മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 10ാം ക്ലാസ് ആണ് യോഗ്യത. പറയാൻ പോകുന്ന കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 30/5/2026 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ ഈ ഒരു ഡേറ്റിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 35/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് അത് ചെയ്ത് അതിനുശേഷം അപ്ലൈ ചെയ്യുക. സോ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിട്ടുള്ള നമ്മുടെ PSC, പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓൾസോ കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ്, അങ്ങനെ നിരവധി ഓഫീസിലേക്കും ഓൾസോ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓഫീസിലേക്കാണ് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ SC/ST നിന്ന് വിളിച്ചിട്ടുള്ളത്. 23 മുതൽ, അതായത് 23,000 മുതൽ 50,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന, 50,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. നിലവിൽ 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാം. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1981 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മറ്റ് യോഗ്യതകളൊന്നുമില്ല. അപ്പോൾ പരമാവധി യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ ലഭിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ എല്ലാ അപ്ഡേറ്റും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.